ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ മനോഹരമായ ഈ സന്ധ്യാസമയത്ത് ദൈവസന്നിധിയിലായിരിക്കുന്നതിന് നമുക്ക് ബലഹീനനായ എനിക്കും ദൈവമൊരുക്കിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വർഷങ്ങളായി ഈ പാഷൻ വീക്കിൽ ചൊവ്വാഴ്ച മുതലുള്ള ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതിന് എനിക്ക് അവസരം ലഭിച്ചിട്ട് വളരെ നാളുകളായി. ദൈവത്തിൻ്റെ നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു. അതിന് ഒരവസരം കൂടി ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. അല്പനേരത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. ഏവൻഗേലിയനായിട്ട് വായിച്ച കേട്ട ഭാഗമായതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് 2-3 വാക്യങ്ങൾ മാത്രം ഞാൻ ക്ഷണിക്കുന്നു. 24-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. 12-ഉം 13-ഉം വാക്യങ്ങൾ, അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായ ദൈവമേ, എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും വായിലെ വാക്കുകളും അങ്ങേക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമീൻ. വളരെ അഗാധമേറിയ ആഴമേറിയ ചിന്തകൾ കഴിഞ്ഞ 44 ദിവസവും നാം കേട്ട് കഴിഞ്ഞു. ഇന്ന് 45-ാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ദുഃഖവെള്ളിയാഴ്ചയുടെയും ഉയർപ്പിൻ്റെയും ശുശ്രൂഷകളിലേക്ക് വളരെ അടുത്ത് നാം നിൽക്കുകയാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട ശിവസാർ ഓർമ്മിപ്പിച്ചതുപോലെ കേട്ട വചനങ്ങൾ അതിശ്രദ്ധയോടെ കരുതിക്കൊള്ളുക. 100-200 പേജുള്ള പുസ്തകം വായിച്ച് അതടച്ച് എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്ന ഒരു ചടങ്ങ് പോലെ അതാകാതെ ധാരാളം ആളുകൾ വിവിധങ്ങളായ ആഴമേറിയ ദൈവവചനം നമ്മളോട് സംസാരിച്ചു. അതൊക്കെ ജീവിതത്തിൻ്റെ ഹൃദയ പലകകളിൽ, അത് ജീവിതത്തിൻ്റെ അർത്ഥവത്തായ തലങ്ങളിലേക്ക് അത് കരുതിക്കൊള്ളുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോഴാണ് ഈ കഷ്ടാനുഭവ ആഴ്ചയിലെ പ്രാർത്ഥനകളും നമ്മുടെ കുമ്പിടിയിലും നമ്മുടെ ഓരോ കൂടിവരവും ഏറ്റവും അർത്ഥവത്തായി തീരുന്നത് എന്ന് ഞാൻ പ്രാരംഭമായി സൂചിപ്പിക്കട്ടെ. ഇവിടെ വായിച്ചു കേട്ടതായിട്ടുള്ള ഈ വേദഭാഗത്തിൻ്റെ 28 വാക്യങ്ങളുള്ള ഈ ഭാഗത്ത് ആദ്യത്തെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ചില ചെറിയ ചിന്തകൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് അത്രേ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നാം നോക്കുമ്പോൾ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് താൻ ക്രൂശിലേക്ക് നടന്നെടുക്കുന്നതിന് തൊട്ട് മുൻപായി ശിഷ്യന്മാരോട് വിളിച്ചു പറഞ്ഞ ചില വാക്കുകൾ, അത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ വളരെ പ്രസക്തി അതെന്താണ് എന്ന് സൂചിപ്പിക്കുന്നതിനാണ് ഞാൻ ഈ ഭാഗം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എപ്പോഴും വ്യാജ പ്രചരണങ്ങളുടെയും തെറ്റായ ഉപദേശങ്ങളുടെയും ഒക്കെ കാലഘട്ടങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ നടമാടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ലോക അവസാനത്തെക്കുറിച്ച് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ആഹ്വാനം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, ക്രൂശിലേക്ക് നടന്നെടുക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ യാത്രയ്ക്ക് അതിന് തൊട്ട് മുൻപായി, ദിവസങ്ങൾക്ക് മുൻപായി വരാനിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ലോകാവസാനത്തിൽ എന്താണ് സംഭവിക്കുന്നത്, ആ സമയത്ത് നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരു സമൂഹമാണ് നമ്മുടെ മുൻപിലുള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് യേശു കർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊരു വെറും ഭാവി പ്രവചനം മാത്രമല്ല.
ഇന്നത്തെ ലോകത്തിൻ്റെ നടമാടുന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് വളരെ ശക്തമായി കർത്താവ് ഓർമ്മിപ്പിക്കുന്ന ഒരു ഭാഗമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ഈ ലോകം ശാശ്വതമല്ല. എന്നാൽ ശാശ്വതമല്ലാത്ത ഈ ലോക ജീവിതത്തിൽ നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ അവസാന കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമാകുന്ന ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം, എത്തരത്തിലുള്ളൊരു സമൂഹത്തെയാണ് ഞാൻ നിങ്ങളും ഫേസ് ചെയ്യുന്നത് എന്ന് ഈ വേദഭാഗം വളരെ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ചോദ്യം ഇതാണ്: ഇങ്ങനെയുള്ള ഒരു ലോകത്തിൽ എങ്ങനെ ഒരു വിശ്വാസി നിലകൊള്ളും? ഒന്നാമതായി എനിക്ക് പറയാനായിട്ട് ഞാൻ പോകുന്നത് 4-5 വാക്യങ്ങൾ ഇപ്രകാരം രേഖപ്പെടുത്തുന്നു. അതിന് യേശു ഉത്തരം പറഞ്ഞത്: ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ എൻ്റെ പേരെടുത്ത് പലരെയും തെറ്റിക്കും. വഞ്ചനയുടെ ലോകത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. കപടതയുടെയും തെറ്റിൻ്റെ പ്രചാരണത്തിൻ്റെയും ഒക്കെ ഒരു ലോകത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. അത്തരത്തിലുള്ള വഞ്ചനയുള്ള ലോകത്തിൽ സത്യത്തിൽ നിലകൊള്ളുവാനായിട്ടാണ് യേശു കർത്താവ് ഈ പ്രാരംഭ ഭാഗത്ത് നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്. സ്റ്റാൻഡ് ഇൻ ട്രൂത്ത് ഇൻ എ വേൾഡ് ഓഫ് ഡിസിപ്ഷൻ. വഞ്ചനയുടെ ലോകത്തിൽ സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ സാധിക്കണം. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന്. നാം നമ്മുടെ സമൂഹത്തിൽ ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ ഇന്നത്തെ ലോകം വഞ്ചനകളിൽ അകപ്പെട്ട് നിറയുന്ന ഒരു പ്രത്യേക സമൂഹമാണ്. തെറ്റായ ഉപദേശങ്ങൾ പ്രചരിക്കുന്ന ഒരു സമൂഹമാണ്. തെറ്റായ ഉപദേശങ്ങൾക്ക് വേണ്ടി നമ്മുടെ കാത് എത്രമാത്രം കൂർപ്പിക്കാമോ അത് അത്രയും ശ്രദ്ധ നമ്മൾ കൊടുക്കാറുണ്ട്. വ്യാജ പ്രവാചകന്മാർ എഴുന്നേൽക്കുന്ന ഒരു കാലഘട്ടമാണ്. വ്യാജ പ്രവാചകന്മാർ, അവിടെ ദൈവമുണ്ട്, യേശു കർത്താവുണ്ട്, അത്ഭുത പ്രവർത്തികളുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. നാം അത് കാണാനായിട്ട് ഓടിപ്പോകുന്ന ആളുകളാണ്, അത്ഭുതങ്ങൾ കാണാനായിട്ട്. എനിക്കും ആ അത്ഭുതം വേണം എന്ന് പറഞ്ഞ് നമ്മൾ ഓടിപ്പോകാറുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ തെറ്റായ പ്രചരണങ്ങൾ നാം കാണാറുണ്ട്. മാക്സിമം അത് ഷെയർ ചെയ്തതിന് ലൈക്ക് ചെയ്തതിന് ശേഷമായിരിക്കാം ശരി എന്ത് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ ബന്ധങ്ങളിൽ കപടതയില്ലേ? നമ്മുടെ കൂട്ടായ്മ ജീവിതത്തിൽ കപടതയില്ലേ? ഒന്നിച്ച് കുർബാന കൊള്ളുന്ന തൊട്ടടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ആളുകളിൽ കപടതയില്ലേ? സത്യം തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ടോ? സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? വഞ്ചന പെരുകുന്ന കപടതയുടെ ഒരു ലോകത്തിൽ സത്യത്തിന് വേണ്ടി നിലനിൽക്കുവാൻ സ്റ്റാൻഡ് ഇൻ ട്രൂത്ത്. അതാണ് ദൈവം പറയുന്നത്. സത്യം പിടിച്ചു നിൽക്കുക. ഇതെന്ന് പറയുന്നത് ഒരു വലിയ നാശത്തിൻ്റെ, കപടതയുടെ ഒരു ലോകം. സങ്കീർത്തനക്കാരൻ 15-ാം സങ്കീർത്തനം 1-ാം വാക്യം മുതൽ പറയുന്നു: യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, വഷളനെ നിന്ദ്യനായി എണ്ണുകയും യഹോവ ഭക്തനെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. നമ്മുടെ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് സത്യാനന്തര ലോകത്തിലാണ്. പല പല ക്ലാസ്സുകൾ നാം കേട്ടിട്ടുണ്ട്. ഒരു സംഭവം നടന്നാൽ സത്യം ചെരുപ്പിടുന്നതിന് മുൻപേ ആ സത്യം അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ അടുത്ത് വന്നു ചേരും. സത്യം ചെരുപ്പിടാൻ തുടങ്ങത്തേ ഉള്ളൂ. അതിന് മുൻപ് ആ സത്യം അതൊക്കെ ചെരുപ്പിട്ട് അവിടെ എല്ലാം പോയി കറങ്ങി നമ്മുടെ അടുത്ത് വന്നു ചേരും. അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. ഗാന്ധിജി പറഞ്ഞു, ട്രൂത്ത് നെവർ ഡാമേജസ് എ കോസ് ദാറ്റ് ഈസ് ജസ്റ്റ്. സത്യം ഒരിക്കലും നീതിയുള്ള കാര്യം നശിപ്പിക്കുകയില്ല. സത്യം ഒരിക്കലും നീതിയുള്ള കാര്യം നശിപ്പിക്കുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, വഞ്ചനയുടെയും കപടതയുടെയും ലോകത്തിൽ സത്യത്തിന് വേണ്ടി നിലനിൽപ്പാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. അതാണ് ഞാൻ ഒന്നാമതായി നിങ്ങളെ ഓർമ്മിപ്പിച്ചത്. രണ്ടാമതായി നാം ഇവിടെ കാണുന്ന സംഗതി 12-13 വാക്യങ്ങളിൽ അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും.
സ്നേഹം തണുത്ത ഒരു ലോകത്തിൽ സഹിഷ്ണുതയിൽ നിലകൊള്ളുവാനായിട്ട് യേശു ആവശ്യപ്പെടുന്നു. സ്റ്റാൻഡ് ഇൻ എൻഡുറൻസ് ഇൻ എ ലവ്ലെസ് വേൾഡ്. സ്നേഹം തണുത്തു പോകുന്ന ഒരു സമൂഹം. എത്രയോ ശരിയാണ് പ്രിയപ്പെട്ടവരെ. നമ്മളെ നേർക്കുനേർ കാണുമ്പോൾ ഒന്ന് ചിരിക്കുന്നത് യാന്ത്രികമായിട്ടല്ലേ? തൊട്ടപ്പുറത്തോട്ട് മാറി നമ്മളെ പറയുന്നത് എന്താണ് ദൈവം തമ്പുരാനല്ലാതെ ആർക്കും അറിയില്ല. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് ഇവിടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ബന്ധങ്ങൾ തകർന്നു പോയിട്ടില്ലേ? സ്നേഹം തണുത്തു പോയിട്ടില്ലേ? ഊഷ്മളമായ ഒരു സ്നേഹം എവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും? ഈ സ്നേഹം കുറയുന്നിടത്താണ് പ്രിയപ്പെട്ടവരെ സ്വാർത്ഥത കയറി വരുന്നത്. സ്നേഹം കുറയുന്നിടത്ത് ഞാനെന്ന ഭാവം കയറി വരും. അനേകർ ആ ബന്ധങ്ങളിൽ നിന്ന് അകന്നകന്നു പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. മദർ തെരേസ ഇപ്രകാരം പറഞ്ഞു, നോട്ട് ഓൾ ഓഫ് us can do great things, but we can do small things with great love. നമുക്ക് നോട്ട് ഓൾ ഓഫ് us can do great things, എല്ലാവർക്കും വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ we can do small things with great love. വലിയ സ്നേഹം കൊണ്ട് നമുക്ക് ചില ചെറിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് മദർ തെരേസ പറഞ്ഞു. 1 കൊരിന്ത്യർ 13 നമുക്കറിയാം, സ്നേഹത്തിൻ്റെ ഒരു ഗാഥയാണത്. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളം മാത്രമേ. എനിക്ക് ഭാഷാപരമുണ്ട്, എനിക്ക് അന്യഭാഷയുണ്ട്, എനിക്ക് പ്രവചനമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല. അതൊക്കെ വെറുതെയാണ്. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, എല്ലാം സഹിക്കുന്നു, എല്ലാം ക്ഷമിക്കുന്നു. അതാണ് പ്രിയപ്പെട്ടവരെ സ്നേഹം. ഈ ഊഷ്മളത സ്നേഹമുള്ളപ്പോഴാണ് സഹനമുണ്ടാകുന്നത്. അവിടെയാണ് സ്നേഹമുണ്ടാകുന്നത്, അവിടെ ക്ഷമയുണ്ടാവും. ആ ക്രൂശിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശു കർത്താവ് ആ ക്രൂശിൻ്റെ മുകളിലേക്ക്, ആ ക്രൂശിലേക്ക് നടന്നെടുക്കുമ്പോൾ നമ്മെക്കുറിച്ചുള്ള സ്നേഹം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതിരില്ലാതെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുമോ? തണുത്ത ഒരു സ്നേഹമുള്ള ഈ കാലഘട്ടത്തിൽ ഊഷ്മളതയുള്ള നല്ല സ്നേഹത്തിൻ്റെ വാഹകരായി ഈ ലോകത്തിൽ ജീവിപ്പാനായിട്ട് കർത്താവ് എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നു. സഹിഷ്ണുതയോടെ അവസാനം വരെ സഹിച്ചു നിന്നാൽ നീ രക്ഷിക്കപ്പെടും. യേശുവിൻ്റെ വാഗ്ദാനം അതാണ്. യേശു നിന്ദിക്കപ്പെട്ടു, അടിക്കപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, എന്നാൽ അവസാനത്തോളം യേശു സഹിച്ചു നിന്നു. മൂന്നാമത് ഒരു ചിന്തയും കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. അതിൻ്റെ 6 വാക്യം ഇപ്രകാരമാണ്: നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധാശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ഭയമുണ്ട്. ഈ ഭയമുള്ള ലോകത്തിൽ, കഷ്ടതയുള്ള ലോകത്തിൽ വിശ്വാസത്തിൽ നിലകൊള്ളുവാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. സ്റ്റാൻഡ് ഇൻ ഫെയ്ത്ത് ഇൻ എ വേൾഡ് ഓഫ് ഫിയർ, ഓർ സ്റ്റാൻഡ് ഇൻ ഫെയ്ത്ത് ഇൻ എ വേൾഡ് ഓഫ് സഫറിങ്സ്. കഷ്ടതയുടെ, വേദനയുടെ, ഭയപ്പെടുത്തുന്ന ജീവിത അനുഭവങ്ങളുടെ മധ്യത്തിൽ വിശ്വാസത്തോടെ നിലകൊള്ളുവാൻ യേശു കർത്താവ് ആവശ്യപ്പെടുകയാണ്. നാം ഇന്ന് ജീവിക്കുന്നത് ഒരു കഷ്ടപ്പാടുകളുടെ കാലമാണ്. എ ടൈം ഓഫ് സഫറിങ്. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുടെയും കഷ്ടപ്പാടുകളുടെയും മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ വിശ്വാസ ജീവിതം എളുപ്പം അങ്ങ് പൂർത്തീകരിക്കാമെന്ന് നാം ചിന്തിക്കരുത്. എളുപ്പത്തിൽ വിശ്വാസമുണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അത് വിശ്വാസം വേഗം വേണമെങ്കിൽ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്നാൽ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ടുള്ള നല്ല പ്രിയപ്പെട്ടവരെ വിശ്വാസം എന്ന് പറയുന്നത്, അത് ഭയപ്പെടുമ്പോൾ തെളിഞ്ഞു വരുന്നതാണ്. അത് പ്രയാസം അനുഭവിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ്. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ ദൈവത്തെ പാടി സ്തുതിച്ചു. അതാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസം എന്ന് പറയുന്നത്. ഭയപ്പെടുത്തുന്ന അനുഭവങ്ങളിൽ, കഷ്ടപ്പാടിൻ്റെ അനുഭവങ്ങളിൽ, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ക്ഷാമവും ഭൂകമ്പവും രോഗവും ഒക്കെ നമ്മെ അലട്ടുമ്പോൾ അത് തെളിഞ്ഞ് ശോഭിച്ച് ഏറ്റവും മനോഹരമായി വരേണ്ട ഒന്നാണ്. അത് ഒളിച്ചോടലല്ല. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഈ ദൈവം തമ്പുരാൻ നമ്മെ
കൈപിടിച്ച് വഴി നടത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ വിശ്വാസത്തിൻ്റെ സ്ഥിരതയിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഓരോ പ്രശ്നങ്ങളുടെ മധ്യത്തിലും ഈ ദൈവത്തെ ഉയർത്തിക്കാട്ടുവാൻ നമുക്ക് സാധിക്കുമോ? ഇൻ ദ മിസ്റ്റ് ഓഫ് പ്രോബ്ലംസ് വി ഹാവ് ടു ലിഫ്റ്റ് അപ്പ് ഗോഡ്. ദൈവത്തെ ഉയർത്തിക്കാട്ടാനായിട്ട് സാധിക്കണം. പ്രശ്നങ്ങൾ നമ്മുടെ നേർക്ക് അലയടിച്ചു വരുമ്പോൾ ഈ ദൈവത്തെ ഉയർത്തി കാണിക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കുമോ? ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എത്രയോ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ദൈവത്തെ ഉയർത്തിക്കാട്ടുമ്പോൾ അവൻ നമ്മെ വലങ്കരത്തിൽ പിടിച്ച് മുന്നോട്ട് വഴി നടത്തുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാനൊരു ചെറിയ സംഭവങ്ങളും കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ ധ്യാനം അവസാനിപ്പിക്കട്ടെ. തായ്വാൻ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു. ആ ബിഷപ്പ് 14 സംവത്സരം തടവറയിൽ കഴിഞ്ഞ ഒരു ബിഷപ്പാണ്. ആ ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ തെറ്റുമൂലം തടവറയിലാക്കപ്പെട്ടതല്ല. യേശുവിനെ ഉയർത്തി കാണിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ച ഫലമാണ്, കുറ്റമാണ് ഈ തടവറ എന്ന് പറയുന്നത്. ആ തടവറയിൽ കിടന്ന് ഈ ബിഷപ്പ് എന്നും യേശുവിനെ പാടി സ്തുതിക്കുകയും തൻ്റെ സഹ തടവുകാരോട് യേശുവിനെ കുറിച്ച് പറയുകയും ചെയ്യുമായിരുന്നു. ഈ യേശു ശക്തിമാനാണ്, ഈ യേശു അതിശയം പ്രവർത്തിക്കുന്ന ദൈവമാണ്, ഈ യേശു സ്നേഹവാനാണ്. ഇങ്ങനെ വളരെ ശക്തമായി ഈ ബിഷപ്പ് സഹ തടവുകാരോട് ഈ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ മുന്നോട്ട് പോയി. ഒരു ദിവസം ഒരു സഹ തടവുകാരൻ ഈ ബിഷപ്പിനോട് ചോദിച്ചു, ബിഷപ്പേ, എന്നും അങ്ങ് ഈ ദൈവത്തെക്കുറിച്ച് പറയാറുണ്ടല്ലോ, ദൈവം വലിയ മൈറ്റി ഗോഡാണ്, വണ്ടർഫുൾ ഗോഡാണ്, ഈ വലിയ ദൈവം വലിയ സ്നേഹവാനാണ്. എന്നാൽ എന്താണ് ബിഷപ്പ് ഈ ജയിലിൽ കഴിയുന്നത്? ദൈവത്തിന് അങ്ങയെ ഇവിടുന്ന് മോചിപ്പിക്കാൻ കഴിയില്ലേ? പിന്നെയും പിന്നെയും എന്തിനാണ് ബിഷപ്പ് ഈ ദൈവത്തെക്കുറിച്ച് പാടിപ്പുഴ്ത്തുന്നത്, സ്തുതിക്കുന്നതെന്ന് ഈ സഹ തടവുകാരൻ ചോദിച്ചു. അപ്പോൾ ഈ ബിഷപ്പ് പറഞ്ഞു, മോനെ, ഞാൻ ഇനി 14 ഇനി 28 വർഷം തടവറയിൽ കിടന്നാലും ഞാൻ ഈ ദൈവത്തെ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയും. ഈ ദൈവത്തെ ഞാൻ സ്തുതിക്കും. അതിൻ്റെ കാരണം ഞങ്ങളുടെ ദൈവത്തിന് കുറച്ച് ബലഹീനതകളുണ്ട്. ആ ബലഹീനതകൾ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളോട് പറയുകയും ചെയ്യും. അപ്പോൾ ഈ സഹ തടവുകാരന് വലിയ അതിശയമായി. ഇത്രയും ശക്തനായ ഒരു ദൈവത്തിൻ്റെ എന്താണ് ബലഹീനത? അപ്പോൾ ഈ സഹ തടവുകാരൻ ചോദിച്ചു, ആ ദൈവത്തിൻ്റെ ബലഹീനതയൊന്ന് പറയാമോ? അപ്പോൾ ബിഷപ്പ് പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തിന് ഒരു 3 ബലഹീനതകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ ബലഹീനത, അവർ ഗോഡ് ഡസൻ നോ മാത്തമാറ്റിക്സ്. ഞങ്ങളുടെ ദൈവത്തിന് കണക്കറിയത്തില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും കണക്കിൽ കുറച്ചാളുകളെങ്കിലും ബുദ്ധിമാന്മാരാണെന്ന് എനിക്കറിയാം. നിങ്ങളോട് ചോദിക്കുകയാണ്, 99 വലുത് 1 വലുതെന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാവരും ആൻസർ പറയും 99. എന്നാൽ മോനെ, എൻ്റെ ദൈവത്തിന് ഈ 99 വലുത്. കാണാതെ പോയതിനെ തേടി രക്ഷിപ്പാൻ വന്ന യേശു കർത്താവ് ആ 1 അന്വേഷിച്ചു പോയി. പാപികളെ തേടി തിരഞ്ഞ് രക്ഷിപ്പാൻ വന്ന ദൈവം, എൻ്റെ ദൈവത്തിന് 1 വലുത്. അപ്പോൾ ഈ സഹ തടവുകാർ വലിയ അതിശയമായി. കൊള്ളാമല്ലോ ബിഷപ്പ്, എന്നാൽ രണ്ടാമത്തെ ബലഹീനത എന്താണ്? അപ്പോൾ ബിഷപ്പ് പറഞ്ഞു, എൻ്റെ ദൈവത്തിൻ്റെ രണ്ടാമത്തെ ബലഹീനത എന്ന് പറയുന്നത്, അവർ ഗോഡ് ഡസൻ നോ എക്കണോമിക്സ്. ഞങ്ങളുടെ ദൈവത്തിന് ധനതത്വശാസ്ത്രം അത്ര പിടിയല്ല. ഞങ്ങളുടെ ദൈവത്തിന് രാവിലെ ജോലിക്ക് വന്നവനും ഉച്ചയ്ക്ക് ജോലിക്ക് വന്നാലും 4 മണി നേരം ജോലിക്ക് വന്നവർക്കും ഒരേ കൂലി കൊടുക്കും. പ്രിയപ്പെട്ടവരെ, കണക്കില്ലാതെ നമ്മളെ അനുഗ്രഹിച്ചിട്ടില്ല ഈ ദൈവം. എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയപ്പോൾ ഒരളവും നോക്കാതെ, ഒരു കണക്കും നോക്കാതെ എന്നെയും നിങ്ങളെയും ഈ ദൈവം അനുഗ്രഹിച്ചിട്ടില്ലേ? ഉടനെ ഈ സഹ തടവുകാരൻ ചോദിച്ചു, എന്നാൽ ശരി ബിഷപ്പേ, 3ാമത്തെ ബലഹീനത എന്താണ്? അപ്പോൾ 3ാമത്തെ ബലഹീനത എന്ന് പറയുന്നത് എന്തെന്നറിയാമോ? ഞങ്ങളുടെ ദൈവത്തിൻ്റെ മെമ്മറി പവർ വളരെ വീക്കാണ്. ദൈവത്തിൻ്റെ മെമ്മറി പവർ വളരെ വീക്കായിപ്പോയി. നിങ്ങൾക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിൻ്റെയും അകൃത്യം കണക്ക് വെച്ചാൽ, ഓർമ്മ വെച്ചാൽ
ആരവൻ്റെ സന്നിധിയിൽ നിലനിൽക്കും? നാം ചെയ്ത പാപങ്ങളെല്ലാം അവൻ ക്ഷമിച്ചു തന്നില്ലേ? നമ്മുടെ പാപങ്ങൾ എത്ര കടുഞ്ചുമപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിച്ച് ആ നിത്യജീവൻ്റെ രക്ഷയിലേക്ക് അവൻ നമ്മെ ആക്കി തീർത്തിട്ടില്ലേ? പ്രിയ സ്നേഹിതരെ, കഷ്ടതയുടെ മധ്യത്തിൽ, ഭയപ്പെടുത്തലിൻ്റെ മധ്യത്തിൽ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുമ്പോൾ, ഈ ദൈവത്തെ ഉയർത്തിക്കാട്ടുമ്പോൾ ഒരു സാക്ഷിയും കൂടെ ഈ ലോകത്തിൽ, സമൂഹത്തിൽ ഉണ്ടാകുകയാണ്. സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ സാധിക്കണം. വഞ്ചിക്കപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവേൻ. തണുത്തു പോകുന്ന സ്നേഹം മാറ്റിവെച്ച് ഊഷ്മതയുള്ള സ്നേഹത്തോടെ അപരോന്മുഖമായ ജീവിതശൈലി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം. ഭയപ്പെടുത്തലിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും നടുവിൽ ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഈ ദൈവം എന്നെ വഴി നടത്തുന്ന ദൈവമാണ്. അത് വിശ്വാസത്തിൻ്റെ തികവിൽ പറയാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ, നിത്യജീവൻ്റെ വാടാത്ത കിരീടം എനിക്ക് നിങ്ങൾക്കും പ്രാപിപ്പാൻ സാധിക്കുന്നത്. അപ്പോഴാണ് ഈ മരുഭൂമി യാത്ര സന്തോഷകരമായി ഓടി പൂർത്തീകരിച്ച് ജീവൻ്റെ കിരീടം പ്രാപിച്ച് ദൈവസന്നിധിയിലേക്ക് നമുക്ക് നടന്നെടുക്കുവാൻ സാധിക്കുന്നത്. ഈ ക്രൂസിൻ്റെ ധ്യാനിക്കാനായിട്ടുള്ള പ്രയാണം ഇനി 2-3 ദിവസങ്ങൾ കൂടെ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഉയർപ്പിൻ്റെ ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ ഒരു വലിയ ആഹ്വാനത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് അവൻ്റെ പാതയിലൂടെ ഓരോ ദിവസം മുന്നേറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.